ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സാദാ തൻസീഖ്, ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ്, ഹാപ്സ്, കിൽക്കാരി സ്കീം, സ്വിഫ്റ്റ്, പബ്ലിക് എക്സാമിനേഷൻസ്, പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സദാ തൻസീഖിനെ കുറിച്ചാണ്. ഈ സദാ തൻസീഖ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും ലാൻഡ് ഫോഴ്സസിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ 12ാമത്തെ പേജിൽ അവരൊരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സദാ തൻസീഖ് എന്ന് പറയുന്ന ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇന്ത്യക്കും അതുപോലെ തന്നെ സൗദി അറേബ്യക്കും ഇടയിലാണ് ഈ എക്സസൈസ് നടക്കുന്നത്. ഇത് രണ്ട് രാജ്യങ്ങളുടെയും ലാൻഡ് ഫോഴ്സസ് തമ്മിലാണ് ഈ എക്സസൈസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സസൈസിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ്, അതായത് ആദ്യമായിട്ടാണ് ഈ എക്സസൈസ് ഇപ്പോൾ നടത്തുന്നത്. ഈ സദാ തൻസീഖ് എന്നുള്ള എക്സസൈസിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ് ഇപ്പോൾ 2024 കണ്ടക്ട് ചെയ്തേക്കുന്നത്. രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചിട്ടായിരുന്നു എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എക്സസൈസിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ജോയിന്റ് ഓപ്പറേഷൻസ്, അതായത് ഈ പറയുന്ന സെമി ഡെസേർട്ട് ടെറൈനിലും അതുപോലെ തന്നെ സെമി ഡെസേർട്ട് ടെറൈനിൽ ജോയിന്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള രണ്ട് രാജ്യങ്ങളുടെയും എബിലിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് എന്താണ് സദാ തൻസീഖ്, ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്, ഇന്ത്യക്കും സൗദി അറേബ്യക്കും ഇടയിലുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ് ഇപ്പോൾ നടന്നത്. ഇത് ഒരു ആർമീസ് തമ്മിൽ, അതല്ലെങ്കിൽ ലാൻഡ് ഫോഴ്സസ് തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ ഇപ്പോൾ നടന്നിട്ടുള്ളത് രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് ആണ്. ഇന്ത്യൻ ഓഷൻ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിന്റെ പുതിയ എഡിഷൻ ഇപ്പോൾ ഈ മാസം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ പേജ് 14 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള കൂടുതൽ മിലിറ്ററൈസേഷൻ, എസ്പെഷ്യലി ഈ ചൈന US പവർ റൈവലറി ആയിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ മിലിറ്ററി വെസൽസ് അവർ കൂടുതലായിട്ട് ഇൻഡോ പസഫിക് റീജിയനിൽ ഡിപ്ലോയ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് ഇന്ത്യയിൽ. കുറച്ചും കൂടി റൈറ്റ് വിങ് ലീനിങ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്, കുറച്ചും കൂടി ഒരു പ്രോ BJP അപ്രോച്ചുള്ള ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത് 2016 ഓക്കെ. ഇതിന്റെ 6ാമത്തെ 7ാമത്തെ സെഷനാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിനകത്ത് അവർ പ്രധാനമായിട്ടും അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയനെ, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഓഷൻ റീജിയനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഡെലിബറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഈ കോൺഫറൻസിനകത്ത് ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിലെ മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രാറ്റുകൾ, ഇന്റലക്ച്വൽസ്, അക്കാദമീഷ്യൻസ്, അതുപോലെ തന്നെ ബിസിനസിന്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹാപ്സ് ആണ്. ഹാപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ്. അപ്പോൾ ഈ ഹാപ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇപ്പോൾ ഇന്ത്യയുടെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ടെസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്സ് അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സ്റ്റേഷൻസ് എന്നോ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്നോ ആണ് ഈ ഹാപ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റംസ് എന്നും പറയാറുണ്ട്. യൂഷ്വലി ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഇതൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ UAV ആണെന്ന് മനസ്സിലാക്കുക. UAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി ഡ്രോൺ എന്ന് വിളിക്കുന്ന സംഗതി. ഓക്കെ, ഒരു UAV ആണ്, അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണിത്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഹാപ്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ UAVs പറക്കുന്നതിനേക്കാട്ടിലും ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ, അതായത് ഏകദേശം ഒരു 20 തൊട്ട് 50 കിലോമീറ്റർ വരെയുള്ള ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ വിങ് സ്പാനും ഈ വിങ്ങിന്റെ ബ്രെഡ്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വീതി കൂടിയ വിങ്സ് ആണ്. അപ്പോൾ ആ വിങ്സിന്റെ മുകളിൽ ഇവർ സോളാർ പാനൽസ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും ഇവർക്ക് ലാൻഡ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ഒക്കെ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ മുകളിൽ സർവൈലൻസ് നടത്താൻ വേണ്ടി, ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് സർവൈലൻസ് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അത്രയും ഹൈറ്റിൽ നിന്ന് സർവൈലൻസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയ ഇവർക്ക് സർവൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ആ ഏരിയന്റെ മുകളിൽ എൻസർക്കിൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഏരിയനെ സർവൈലൻസിൽ വെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഈ ഹാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു സ്യൂഡോ സാറ്റലൈറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റിന് സിമിലർ ആയിട്ടുള്ള വർക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു സാറ്റലൈറ്റിനെക്കാട്ടിലും കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. ഒരു സാറ്റലൈറ്റിൻ്റെ അത്ര ഹൈറ്റിൽ ഇതിനെ ഡിപ്ലോയ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇതൊരു UAV ആണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതിനെ വിളിക്കുന്നത് ഒരു സ്യൂഡോ സാറ്റലൈറ്റ് എന്നാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ 20 തൊട്ട് 50 കിലോമീറ്റർ വരെ ഹൈറ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നോമിനൽ ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റിൽ ഇവർക്ക് പറക്കാൻ പറ്റും. ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സർവൈലൻസിനും അതുപോലെ തന്നെ ഈ റേഡിയോ സിഗ്നൽസ് ഒക്കെ റിലേ ചെയ്യാനുള്ള റിലേ സ്റ്റേഷനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഹാപ്സ് ബേസിക്കലി ഇപ്പം നിലവിൽ ഓപ്പറേഷണലൈസ് ആയിട്ടുള്ള ഹാപ്സ് ലോകത്തിൽ എവിടെയില്ല. പക്ഷേ US, ചൈന അതുപോലെ തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാസയുടെ പാത്ത് ഫൈൻഡർ, അതുപോലെ തന്നെ ഇടയ്ക്ക് ഫേസ്ബുക്ക് 2017 ആ സമയത്ത് അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അക്യൂല എന്ന് പറയുന്നൊരു ഹാപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിന് സിമിലർ ആയിട്ട് രീതിയിൽ ഇന്ത്യയും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മുടെ ഇന്ത്യ ചൈന ബോർഡർ റീജിയനിലൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സർവൈലൻസ് നടത്താനുള്ള കേപ്പബിലിറ്റി ഇതിലൂടെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സ്ലോ മൂവിങ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടും ഒരു 20 തൊട്ട് 50 കിലോമീറ്റർ വരെ ഹൈറ്റിൽ പറക്കുന്ന ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആയതുകൊണ്ടും ഇതിനെ ഷൂട്ട് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വാർഫെയർ ലൈക്ക് സിനാരിയോ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പ്രവർത്തിക്കാൻ ഇതിന് കേപ്പബിലിറ്റി ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാപ്സിനെ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹാപ്സിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. സോ ഈ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എന്ന് പറയുന്നത് 1959 ഡൽഹിയിൽ വെച്ച് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എയറോസ്പേസ് റിസർച്ച് കമ്പനിയായിട്ട് അറിയപ്പെടുന്നത് ഈ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ആണ്. ഇപ്പോൾ ഇവരുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റുള്ള എയറോസ്പേസ് ഏജൻസീസുമായിട്ടും ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻസുമായിട്ടും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത്. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, DRDO, ISRO ഒക്കെ ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനും കൂടിയാണിത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിനകത്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കിൽക്കാരി സ്കീമാണ്. സോ കിൽക്കാരി സ്കീം അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിനെ ഒരു ബേബീസ് ഗുർഗിൾ എന്നാണ് പറയുക. സോ ഈ കിൽക്കാരി സ്കീം എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം അപ്രോപ്രിയേറ്റ് ഓഡിയോ മെസ്സേജസ്, പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ചൈൽഡ് ബർത്ത്, ചൈൽഡ് കെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ മെസ്സേജസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഫാമിലീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്കീമാണിത്. അപ്പോൾ ഇത് മൊബൈൽ ഫോണുകളിലൂടെ ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് ആയിട്ട് IVR ആയിട്ടാണ് ഈ ഒരു കിൽക്കാരി സ്കീമിലൂടെ ഈ പറയുന്ന ഇന്ററാക്റ്റീവ് വോയിസ് മെസ്സേജസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീക്ക്ലി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഔട്ട്ബൗണ്ട് കോൾസ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസിയിലുള്ള ഒരു 3ാമത്തെ ട്രൈമസ്റ്ററിൽ എത്തിയിട്ടുള്ള പ്രഗ്നൻസിയിലുള്ള ആളുകൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഈ കുട്ടി ജനിച്ച് 1 വർഷം പ്രായമാവുന്നത് വരെ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള സർവീസാണ്. കാരണം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളും ഗവൺമെൻറ് ആണ് കവർ ചെയ്യുന്നത്. സോ ഇതൊരു സെൻട്രലി ഹോസ്റ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി ഈ സ്കീം നമ്മളോട് നോർമലി ഉള്ള റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ. അപ്പോൾ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ 18 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്വിഫ്റ്റ് ആണ്. സോ ഈ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 17 ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ എക്സ്പോർട്സിനെ കുറിച്ചിട്ടുള്ളൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സ്വിഫ്റ്റിൽ നിന്ന് ഈ റഷ്യയിലെ ചില ബാങ്കുകളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഈ സ്വിഫ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിഫ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്വിഫ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 1973 ബെൽജിയം ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ്. അല്ലെങ്കിൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ബാങ്കിങ് സർവീസസിനകത്ത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചോ.
അപ്പോൾ ഒരിക്കലും ഇത് ഈ ബാങ്കിൽ നിന്ന് ഒരാൾ ഈ പൈസ സ്യൂട്ട് കേസിലാക്കിയിട്ട് അടുത്ത ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതൊരു ടൈം ബൗണ്ടായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ക്യാഷ് ഡെബിറ്റ് ആവുന്നുണ്ട്, മറ്റേതിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഈ രണ്ട് ബാങ്കുകൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, ഒരു മെസ്സേജിങ് സിസ്റ്റമാണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്വിഫ്റ്റ് വരുന്നതിന് മുമ്പ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടെലക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജിങ് സിസ്റ്റമാണ്. പക്ഷേ ടെലക്സ് ഒരു അൺറിലയബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ടെലക്സ് ഇടക്കാലത്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെലക്സിന് പകരമാണ് ഈ സ്വിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിഫ്റ്റിനെ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്വിഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു 10 രാജ്യങ്ങളുണ്ട്. ഗ്രൂപ്പ് ഓഫ് 10 എന്ന് പറയുന്ന G10 എന്ന് പറയുന്ന 10 രാജ്യങ്ങളുണ്ട്. ആ 10 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് ആണ്. ബെൽജിയം, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലാൻഡ്സ്, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, US ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് 10-നകത്ത് 11 രാജ്യങ്ങളുണ്ട്. ആ 11 രാജ്യങ്ങളും പ്ലസ് യൂറോപ്യൻ യൂണിയനൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ സ്വിഫ്റ്റിനെ നിലവിൽ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിഫ്റ്റിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത്, ഇത് ഓരോ ബാങ്കിനും ഒരു സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും. ആ സ്വിഫ്റ്റ് കോഡിനകത്ത് ബേസിക്കലി ആ രാജ്യത്തിൻ്റെ ആ ബാങ്കിൻ്റെ ഐഡന്റിറ്റിയാണ് ഉണ്ടാവുക. അതായത് ആ ബാങ്ക് ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്, ആ രാജ്യത്തിനകത്ത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ആ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്വിഫ്റ്റ് കോഡിനകത്ത് ഉണ്ടാവുക. ഇത് നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024 ആണ്. സോ റീസെൻ്റ്ലി രാജ്യസഭ ഇത്തരത്തിൽ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇന്നലെ പാസ്സാക്കിയിട്ടുള്ളൊരു ബില്ലാണ് ഈ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ എന്ന് പറയുന്നത്. സോ ഈ ബില്ലിൻ്റെ എനാക്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യസഭ ഇത് പാസ്സാക്കിയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 6-നകത്ത് അവരൊരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബില്ലിനകത്ത് പറയുന്ന ഈ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എന്താണ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളത് ഈ ബില്ല് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളുള്ള അല്ലെങ്കിൽ അവർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ അതോറിറ്റീസ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ബോഡീസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് ആണ് പബ്ലിക് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് UPSC, SSC പോലുള്ള അല്ലെങ്കിൽ RRBs ഒക്കെ നടത്തുന്ന എക്സാമിനേഷൻസ്. ഇനി ഈ പബ്ലിക് എക്സാമിനേഷൻസിനകത്ത് ചീറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആയിട്ടാണ് പറയുന്നത്. അതായത് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട്, നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിന് നമുക്ക് ഫൈൻ അടച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഇംപ്രിസൺമെന്റ് 5 വർഷം വരെയുള്ള 3 വർഷം തൊട്ട് 5 വർഷം വരെ തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ പ്രാക്ടീസസ് നടത്തിയതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ ഫൈൻ കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്, കുറ്റകൃത്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റുകളും അവരുടെ നിന്ന് റിക്കവർ ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇനി പബ്ലിക് എക്സാമിനേഷൻസിനകത്തുള്ള അൺഫെയർ മീൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഈ ബില്ലിനകത്തുള്ള സെക്ഷൻ 3-കകത്ത് ഈ അൺഫെയർ മീൻസ് ആയിട്ട് കണക്കാക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡോക്യുമെന്റ്സ് ടാമ്പർ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ടാമ്പർ ചെയ്യുക, ഫേക്ക് അഡ്മിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഫെയർ മീൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റിനും വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള ഒഫൻസസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻഡന്റ് റാങ്കിലുള്ള ആളോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷൻ റാങ്കിലുള്ള ആളോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെക്കാട്ടും ലോവർ റാങ്കിലുള്ള ആൾക്കാരല്ല. സോ അറ്റ്ലീസ്റ്റ് ഡെപ്യൂട്ടി സൂപ്രണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷൻ റാങ്കിലുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കേസ്, ഇത് നാഷണൽ ലെവലിലുള്ള എക്സാമിനേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ബില്ല് വന്നേക്കുന്നത്. അപ്പോൾ ഇത് അതത് സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനേഷൻസിന്റെ കേസിൽ ഇത് യൂസ് ചെയ്യാം. ഇത് കൂടാതെ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു മോഡൽ ലോ ആയിട്ട് എടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ നാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഈ പറയുന്ന ബില്ലിനകത്ത് പരാമർശമുണ്ട്. ഇനി ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസ് ആയിട്ട് പറയുന്ന കാര്യം, ഒന്ന്, ഇതൊരു യൂണിഫോം ആയിട്ടുള്ള ബില്ലല്ല എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റുകൾക്ക് ഈ ബില്ല് നിലവിൽ ബാധകമല്ല, സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്ന എക്സാമിനേഷൻസിന്. അപ്പോൾ സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ബില്ല് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു മോഡലായിട്ട് എടുത്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിൽ ഇത് ഡിഫറെൻറ്റ് രീതിയിൽ, അതായത് സ്റ്റേറ്റ് എക്സാമിനേഷൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു യൂണിഫോമിറ്റി ഇല്ലാതാക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു കോമ്പോസിഷനോ അല്ലെങ്കിൽ അവരുടെ മാൻഡേറ്റ് ഒന്നും ഈ നിയമത്തിനകത്ത് അല്ലെങ്കിൽ ഈ ബില്ലിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ആംബിഗ്വിറ്റി ഇതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ലിക് എക്സാമിനേഷൻസിനകത്ത് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടത്തുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് മാറ്റിയിട്ടുള്ളതുകൊണ്ട് തന്നെ
ഇതിനെതിരായിട്ട് ലീഗൽ ചാലഞ്ചസ്, അതായത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള രീതിയിലുള്ള ലീഗൽ ചാലഞ്ചസ് വരാൻ, അല്ലെങ്കിൽ കോടതിയിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.